നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു സൗഭാഗ്യം, വലിയൊരു നേട്ടം ഇവരെ തേടി വരികയാണ്. ഒന്നും അങ്ങോട്ട് തേടിപ്പോകാതെ ഇങ്ങോട്ട് തന്നെ സൗഭാഗ്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു. കുടുംബക്ഷേത്ര ദർശനം നടത്തണം. ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുക ഈ നക്ഷത്രജാതകർ. നമുക്കറിയാം, ലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തിയാൽ ധനസമൃദ്ധി വന്നു ചേരുമെന്ന്. പാർവതീ ദേവിയെ എത്രയും വേഗം സന്തോഷിപ്പിക്കുക, വേഗത്തിൽ ഫലപ്രാപ്തി ലഭിക്കും. നവഗ്രഹത്തെ 9 പ്രാവശ്യം വലം വയ്ക്കുക. അതും നവഗ്രഹ ദോഷങ്ങളൊക്കെ അകറ്റി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നമ്മൾ എത്തിച്ചേരും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു നേട്ടമാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ആരൊക്കെയാണ് ആ നക്ഷത്രജാതകർ? അവരെന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത്? ഏതൊക്കെ ക്ഷേത്രത്തിലാണ് ഇവർ പോകേണ്ടത് എന്നൊക്കെ വ്യക്തമായി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രാർത്ഥന നടത്തും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. ഒരു നല്ല സമയം തെളിയുന്ന, ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ 3 നക്ഷത്രജാതകരെന്ന് പറയുന്നത് മേടരാശിക്കാർ തന്നെയാണ്. അശ്വതിയും ഭരണിയും കാർത്തികയും അടങ്ങിയ മേടരാശിക്കാർക്ക് ബിസിനസ്സിൽ വിജയമുണ്ടാകും. സാമ്പത്തിക ഉയർച്ച വന്നു ചേരും. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. വീട്ടിലെ എല്ലാവർക്കും സന്തോഷമുണ്ടാകും. നന്മകൾ ഒരുപാട് വന്നു ചേരും. എന്താണ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നടന്നു കിട്ടും. വലിയ വസ്തു, വീട്, വാഹനം ഇതൊക്കെ വാങ്ങും. ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് ചില ഗ്രഹങ്ങൾ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. പുണർതവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടകക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സമയമാണ്. ചിലവുകൾ അധികമാകുമെങ്കിലും ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ്. ഭാഗ്യങ്ങളുണ്ടാകും. 2025 ഏപ്രിൽ 1 മുതൽ ഇത് എഴുതി വെച്ചോ. നിങ്ങൾ അച്ചട്ടായിരിക്കും. വലിയ വലിയ യോഗങ്ങൾ ഇവരെ വന്നു ചേരും. ധനനേട്ടം വന്നു ചേരും. ലോട്ടറി ഭാഗ്യം വന്നു ചേരും. നല്ല വരുമാനമുണ്ടാകും. കർക്കിടക രാശിക്കാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. മനസ്സിന് സന്തോഷം വന്നു ചേരും. മനസ്സ് സന്തോഷിക്കും. ഭാഗ്യമാണ്, ഒരുപാട് നേട്ടമാണ്. ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും മകരക്കൂറുകാർക്കും വലിയ വലിയ നേട്ടങ്ങളും യോഗങ്ങളും വന്നു ചേരും. സ്വത്തുക്കൾ വാങ്ങും, ഭൂമി വാങ്ങും, തൊഴിലിൽ മുന്നേറ്റമുണ്ടാകും, വിചാരിച്ച കാര്യം നടക്കും, നന്മകൾ ഒരുപാട് വന്നു ചേരും, ശുഭകാര്യങ്ങളൊക്കെ നടക്കും. വീട്ടിൽ സന്തോഷമൊക്കെ അലയടിക്കുന്ന സമയമാണ്. നന്മകൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. അധികമായി പണം വന്നു ചേരും. പണം ധാരാളം വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ രീതിയിലും ഭാഗ്യമാണ്. അതുപോലെ വൃശ്ചികൻ രാശിക്കാർ, വിശാഖം, അനിഴം, തൃക്കേട്ട, പണം കടം വാങ്ങരുതേ. ഇവർ കളവ്, ചതിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ഇരിക്കുക. അതുപോലെ തുളസി വഴിപാട് ചെയ്യുക. തുളസിയെ വണങ്ങുക. കുളിച്ച് ശുദ്ധിയോടെ
പ്രശ്നങ്ങൾ അലട്ടുന്ന സമയത്ത് രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണം. വിവാഹമൊക്കെ മുടങ്ങിയിരിക്കുന്നവർ പൂർവജന്മ സുഹൃതം എന്ന് പറയുന്ന പോലെ ചില തെറ്റുകൾ പൂർവജന്മത്തിൽ ചെയ്തു എന്നതിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളായി വന്നേക്കാം. അങ്ങനെ പലവിധ തടസ്സങ്ങളും വന്നു ചേരാറുണ്ട്. ചിലർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലർക്ക് അത് വളരെ വലുതാകാം. ആരോഗ്യം കാണില്ല. ചിലർക്കൊക്കെ കടമുണ്ടാകും. ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തുളസി വഴിപാട് ചെയ്യുക. അതുപോലെ തന്നെ തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. പാവങ്ങളെ സഹായിക്കുക. ദാനധർമ്മങ്ങൾ നടത്തുക. കുടുംബക്ഷേത്രത്തിൽ അമാവാസി ദിവസം നിലവിളക്ക് വാങ്ങി കത്തിച്ച് പ്രാർത്ഥന നടത്തണം. പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം എന്തുതന്നെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ 12 നക്ഷത്ര ജാതകർക്കും എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ജോലി കിട്ടും. വിദേശത്ത് നല്ല നിലയിൽ എത്തുവാൻ സാധിക്കും. ഉദ്യോഗലാഭമുണ്ടാകും. സ്നേഹം അതുപോലെ നഷ്ടപ്പെട്ടതൊക്കെ ലഭിക്കും. ഈ നക്ഷത്ര ജാതകരുടെ ജാതകം വളരെ നല്ലതാണ്. വളരെ വളരെ നല്ലതാണ്. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. തിരുവാതിര നക്ഷത്ര ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. നല്ലതേ വരൂ. ഭാഗ്യമാണ്. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തേണ്ട നക്ഷത്ര ജാതകർ തന്നെയാണ് ഇവർ. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. എല്ലാ രീതിയിലും ഐശ്വര്യം വന്നു ചേരും. ജാതകം കൂടി പരിശോധിച്ച് പൂർണ്ണമായ ഫലം അറിഞ്ഞതിനു ശേഷം വഴിപാടുകളിലേക്ക് പോകുക. ഈ നക്ഷത്ര ജാതകർക്ക് ഏപ്രിൽ 1 മുതൽ അതീവ സൗഭാഗ്യത്തിൻ്റെയും അതീവ നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ്. അങ്ങനെ നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.